എല്ലാവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ്. അത് സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. അത് ഓവർ മസാലയൊന്നുമില്ലാതെ ആവശ്യത്തിന് മസാലയും എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസിയാണ് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്, ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ആദ്യമേ കുറച്ച് സവാള ആദ്യമേ നമ്മൾ ഇട്ടു ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ 3 ഐറ്റം കൂടെ അരച്ചെടുത്താട്ടെ മിക്സിയിൽ. അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ വേണ്ടത് ഉപ്പ്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ടുതന്നെ ചെയ്യണം കേട്ടോ, എന്നാലും ശരിക്കും മസാല എല്ലാത്തിലേക്ക് ഇതാവുള്ളൂ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഞെരുക്കി കിട്ടുള്ളൂ. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് നമ്മൾ കട്ട് ചെയ്തേക്കണം. നമ്മുടെ വിന്താലുമില്ലേ, വിന്താലിനൊക്കെ ഉണ്ടാക്കുന്നില്ല, അവിടെ പറഞ്ഞാൽ മതി. വിന്താലിനൊക്കെ മുറിക്കുന്ന പോലെ കട്ട് പീസായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ കിട്ടും. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഞാൻ ബീഫ് കുക്കറിലാക്കി ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇത് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വരണവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ ഫ്ലെയിം ഫുള്ളായിട്ട് ലോ ആക്കിയ ശേഷം ബാക്കി ഒരു 5 വിസിലും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ബീഫ് കറക്റ്റായിട്ട് വേവും. അപ്പം തീ കുറക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, സ്വല്പം ജസ്റ്റ് ഒന്ന് തെളിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ്, നന്നായിട്ട് വേവാനും കൂടിയാണ്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ബീഫിനനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ വേവൊക്കെ. അപ്പം അതനുസരിച്ച് നിങ്ങൾ വിസിലാക്കി ഇട്ടോളാം. അപ്പം ഇതാവുന്ന സമയത്ത് നമുക്ക് അരി വേവിക്കുന്ന കാര്യം നോക്കാം. വാ ഫ്രണ്ട്സ്, നമ്മൾ അരി ഇതാക്കാൻ പോകണം. അരി ഒന്ന് ജസ്റ്റ് വറക്കണം. അതിനു വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലാസ്, മുഴുവൻ മസാലാസ്, അത് പട്ട, ബേ ലീഫ്, തക്കോലം, ഇത് ഇത്രയും മാത്രം ജസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ മസാലയുടെ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ ഇതിൽ പിടിക്കാൻ വേണ്ടി. ഒപ്പം നമ്മുടെ അരിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കഴുകി വാർത്ത് വെച്ച് വെള്ളം ഫുൾ കളഞ്ഞ് വെച്ച് അരിയാണ് നമ്മൾ ഇടാൻ പോണത്. നമ്മൾ ജീരകശാല അരിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ അളവ് നമ്മൾ നോക്കി വെച്ചേക്കണം. ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ നമ്മൾ വറക്കാൻ വേണ്ടി. ഫുൾ ഫ്ലെയിമിൽ വേണം ഇതേപോലെ അരി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം വറുക്കാൻ. ഇതിൻ്റെ ഒരു നല്ലൊരു മണം വരും. ആ മണം ഒപ്പം നമ്മുടെ അരി പൊട്ടുന്ന പോലത്തെ ഒരു സ്മെല്ല് വരും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ അരി ഫ്രൈ ആയിട്ടുണ്ട്, കറക്റ്റ് ഇതായിട്ടുണ്ടെന്ന്. ആ സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പം അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ അരി പൊട്ടുന്ന ആ ഒരു സ്മെല്ലും ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം, അതായത് ജസ്റ്റ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിക്കണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. അതായത് നമ്മൾ 4 കപ്പ് അരിയാണ് ഇട്ടത്, അതിന് നമ്മൾ 6 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ചോറിന് വേണ്ടിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ഫ്രണ്ട്സ്, ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് നമ്മുടെ അരി വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും എടുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, 1-2 പ്രാവശ്യം നോക്കിയാൽ മതി. അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ഉള്ള രീതിയിൽ നമുക്ക് വയ്ക്കാം. ഫ്രണ്ട്സ്, ഈ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 3 വലിയ സവാള എന്നിട്ട് എടുത്തിരിക്കുന്നത്. ഇടുമ്പോൾ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമുക്കിതൊരു ലൈറ്റ് ബ്രൗൺ ഇതാവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ സവാള ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് നമ്മുടെ ഉണക്കമുന്തിരിയില്ലേ, ഇത് രണ്ടും കൂടെ ഫ്രൈ ചെയ്ത് ആ ബാലൻസ് എണ്ണയിൽ നമുക്ക് കോരി മാറ്റി വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട് കേട്ടോ. എന്താ കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വറുത്തത് കൊണ്ട് അരി ഇങ്ങനെ വിട്ട് നിൽക്കും, ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള നമ്മുടെ മസാല റെഡിയാക്കാം. നമ്മുടെ ബീഫും അതിനിടയിൽ വെന്ത് വന്നിട്ടുണ്ടാവും. ഫ്രണ്ട്സ്, ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് പാത്രം. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്യണം. ഒപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒന്ന് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുഴുവൻ മസാലാസ് എടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കുറച്ച് മസാല നമ്മുടെ അരിയുടെ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഏലക്ക, ഗ്രാമ്പു, പട്ട, തക്കോലം, ഇത്രയും കാര്യങ്ങളും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 4 സവാളയാണ് എടുത്തിട്ടേക്കുന്നത്. ഈ സവാള ഒന്ന് ഒരു 3/4 ഭാഗം ഒന്ന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിക്കിട്ടട്ടെ. ഫ്രണ്ട്സ്, സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിക്കിട്ടിട്ട് ഈ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യണത് പച്ചമുളകാണ്. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടയണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ വിസിലൊക്കെ വന്നു, നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ, അതായത് ഇനി അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് വെള്ളം വറ്റിച്ചെടുക്കണം. ആ വെള്ളം കളയരുത്, എന്നിട്ട് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കിനി ആ മസാലയിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, ഇപ്പോൾ റെഡി ആയിരിക്കുന്ന മസാലയിലേക്ക് നമ്മുടെ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ നോക്കണം. ഉപ്പ് അഥവാ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം ആഡ് ചെയ്യാൻ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ബീഫായിട്ട് കുറച്ചെടുത്ത് നമ്മളൊരു 10 മിനിറ്റ് മസാലയൊക്കെ മൂപ്പിച്ചു. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ലെയർ നമ്മൾ ഇട്ട ശേഷം നമുക്കതിലേക്ക് സ്വല്പം ഗരം മസാല പൊടി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില,
ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ട് നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം ഇട്ട പോലെ തന്നെ നമ്മുടെ ബാക്കി റൈസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ലാസ്റ്റ് ലെയർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഫൈനൽ ടച്ചിങ് ആണ്. നേരത്തെ ഇട്ട പോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി മേലെ ഇങ്ങനെ തൂക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മല്ലിയില എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലിടാം. പുതിനയില അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം കേട്ടോ. നമുക്ക് എന്തോരം വേണമെന്നൊക്കെ അതനുസരിച്ചിടാം. ഓവറും ആവണ്ട, തീരെ കുറവും വേണ്ട. ഇനി നമ്മുടെ സവാള ഫ്രൈ. ഇപ്പം സവാള ഫ്രൈ നമ്മൾ ഫുൾ എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും. ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യും കൂടെ നമ്മുടെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവർ വരും. ഫ്രണ്ട്സ്, ഇപ്പം നെയ്യെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ദം ഇടണം. അപ്പം നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞാനിതിൽ വേറെ ഒന്നും ചെയ്യണില്ല. അല്ലെങ്കിൽ നമുക്ക് അലൂമിനിയത്തിൻ്റെ ഇതുകൊണ്ട് ഫോയിൽ കൊണ്ട് അല്ലെങ്കിൽ മൈദയൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 15 മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് ദം പൊട്ടിക്കാം. ഫ്രണ്ട്സ്, ദേ നമ്മളപ്പോൾ നമ്മുടെ ബിരിയാണി ദം പൊട്ടിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഇത് ഒരു സൈഡിൽ നിന്ന് ഫസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമ്മുടെ ആ മസാല ചോറില്ലേ കുറച്ച് ആ മേലുള്ള അതും കൂടെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ എക്സ്ട്രാ കളറും അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ മസാലയിൽ തന്നെയുള്ള ഒരു മഞ്ഞൾ കളർ വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ബീഫിൻ്റെ പീസുകൾ എടുക്കാം. വിളമ്പാം. നമുക്ക് ഫസ്റ്റ് പീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ റൈസും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. സൈഡിൽ നമുക്ക് കുറച്ച് സാലഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ബീഫൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ട് ഞാൻ നോക്കട്ടെ. ചൂടുണ്ടൊരു മിനിറ്റ്. കൊള്ളാട്ടോ, നല്ലതാണ്. മസാലയൊക്കെ ഉണ്ട്. നമ്മുടെ ചോറൊക്കെ അരിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ വീഡിയോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ബീഫ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.